അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാനിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ആരാണ് അല്ലാഹു റഹ്മാനാകുന്ന അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾ. അല്ലാഹു പറയുന്നു വഇബാദുർ റഹ്മാൻ, റഹ്മാനാകുന്ന അല്ലാഹുവിന്റെ അടിമകൾ, അവർ ഏറ്റവും പ്രിയമുള്ള ഇഷ്ടപ്പെട്ട അടിമകൾ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അല്ലാഹു പറയാ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അല്ലാഹുവിന് പ്രിയപ്പെട്ട അടിമകൾ, അവർ ഇഷ്ടപ്പെട്ടവർ എന്ന് പറയുന്നത് യംശൂന അലൽ അർളി ഹൗനാ, അവർ വലിയ വിനയത്തോടുകൂടി ജീവിക്കുന്നവരാണ്. വിനയത്തോടുകൂടി തവാദുവോടുകൂടി ജീവിക്കുന്നവരാണ്, വിനയമുള്ളവരാണ്. അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, അവർ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിനയത്തോടുകൂടി വളരെ ഭയഭക്തിയോടുകൂടി അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, മറ്റുള്ള അമലുകളെ കൊണ്ട് നമുക്ക് അല്ലാഹുവിന് പ്രിയപ്പെട്ട അടിമയാകാൻ കഴിയുമോ? പോരാ, നാം വിനയമുള്ളവരാകണം. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിനയമുണ്ടോ, നല്ല തവാദുണ്ടോ എങ്കിൽ നാം അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളാണ്. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, മൻ തവാളഅ, ആരെങ്കിലും ഒരാൾ വിനയമുള്ളവരായാൽ റഫഅഹുല്ലാഹ്, അല്ലാഹു അവനെ ഉയർത്തും. ജീവിതത്തിൽ വിനയമുണ്ടോ? ജീവിതത്തിൽ നിനക്ക് വിനയമുണ്ടെങ്കിൽ റഫഅഹുല്ലാഹ്, അല്ലാഹു തആല അവനെ ഉയർത്തും. എന്ന് പറഞ്ഞാൽ അവന്റെ കാര്യങ്ങൾ അല്ലാഹു തആല ഏറ്റെടുത്ത് അവെല്ലാം വിജയകരമായി അവന് മുന്നോട്ട് പോകാൻ കഴിയും. വമൻ തകബ്ബറ, ഇനി അതില്ല, അവനിക്ക് വിനയമില്ല. വമൻ തകബ്ബറ, അവൻ കിബ്റുള്ളവനായി അഹങ്കാരമുള്ളവനായാൽ അല്ലാഹു തആല അവനെ അടിച്ചമർത്തും, താഴ്ത്തിക്കളയും. അവൻ എവിടെയും പരാജയമായിരിക്കും. അഹങ്കാരത്തോടു കൂടിയുള്ള നോട്ടം നിനക്കുണ്ടോ? അഹങ്കാരത്തിന്റെ വർത്തമാനം നിനക്കുണ്ടോ? അഹങ്കാരത്തിന്റെ ചിന്തകൾ നിന്റെ മനസ്സിൽ വരുന്നുണ്ടോ? അഹങ്കാരപരമാകുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുന്നുണ്ടോ? അല്ലാഹു അവനെ താഴ്ത്തുക തന്നെ ചെയ്യൂ. അതല്ല, നിന്റെ ജീവിതത്തിൽ വിനയമുണ്ടോ? നിന്റെ വാക്കിൽ വിനയമുണ്ടോ? നിന്റെ ചിന്തകളിലും നിന്റെ പ്രവർത്തനങ്ങളിലും നിന്റെ എല്ലാ കാര്യങ്ങളിലും നല്ല വിനയത്തോടു കൂടെയുള്ള ജീവിതമാണ് നിന്നിലെങ്കിൽ അല്ലാഹു നിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നിനക്ക് എല്ലാ കാര്യത്തിലും വിജയം കൈവരിച്ച് മുന്നേറാൻ കഴിയുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. വിനയം എന്ന് പറയുന്ന ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റരുത്. എന്ന് പറഞ്ഞാൽ അഹങ്കാരം നമുക്ക് വരാൻ പാടില്ല. എന്തിന്റെ പേരിലാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? സമ്പത്തുണ്ടായത് കൊണ്ടാണോ? അല്ലെങ്കിൽ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമായത് കൊണ്ടാണോ? അതല്ലെങ്കിൽ നിനക്ക് നല്ല ആരോഗ്യമുള്ളത് കൊണ്ടാണോ? അതല്ലെങ്കിൽ നിനക്ക് അധികാരമുള്ളത് കൊണ്ടാണോ? അതല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു കാരണവശാലാണോ നീ അഹങ്കരിക്കുന്നത്? ആ അഹങ്കാരം കൊണ്ട് നീ ഒരിക്കലും വിജയിക്കില്ല. അധികാരം നിനക്ക് കൂട്ടുണ്ടാകില്ല. കുടുംബ മഹിമയോ സമ്പത്തോ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവുകയില്ല. മറിച്ച് നീ ഏത് രൂപത്തിലുള്ള കഴിവുള്ളവനാണെങ്കിലും നീ വിനയമുണ്ടോ,
എങ്കിൽ നീ അല്ലാഹുവിന്റെ മുന്നിൽ വിജയിച്ചവനാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ എന്തിന്റെ പേരിൽ ആഗ്രഹിക്കുക? അല്ലാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുത്ത നമുക്ക് എന്ത് സ്വന്തമായി എന്ത് കഴിവാണുള്ളത്? നമ്മൾ സ്വന്തമായി ശ്വസിക്കുന്ന കഴിവുണ്ടോ? അല്ലാഹു തന്ന കഴിവല്ലേ നമുക്കുള്ളത്? അതേ ഭക്ഷണം അല്ലാഹു തന്നവനല്ലേ? നിന്റെ എല്ലാ കഴിവുകളും അല്ലാഹു തന്നതല്ലേ? പിന്നെന്തിന്റെ പേരിലാണ് നീ അഹങ്കരിക്കുന്നത്? അഹങ്കരിക്കാൻ ഒരു വഴിയും നിനക്ക് ഭൂമിയിലില്ല. അതുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, നീ നല്ല വിനയമുള്ളവനാകണം. അങ്ങനെ വിനയമുള്ളവനായാൽ അല്ലാഹു നിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിനക്ക് വിജയം തരുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്ക് ഹബീബായ പ്രവാചകൻ പറയുന്നു, ലാ യദ്ഖുൽ ജന്ന, ഒരാൾ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. ആരാണെന്നറിയുമോ? മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബർ, അഹങ്കാരത്തിന്റെ ഒരു അണുമണി തൂക്കം, അഹങ്കാരത്തിന്റെ ഒരു അംശമെങ്കിലും നിന്റെ ഹൃദയത്തിൽ കിബർ വന്നുപോയോ? നീ അധികാരത്തിന്റെ പേരിൽ കിബർ വന്നുപോയോ? കുടുംബത്തിന്റെ പേരിൽ കിബർ വന്നുപോയോ? സമ്പത്തിന്റെ പേരിൽ കിബർ വന്നുപോയോ? അങ്ങനെ നിനക്കുള്ള ഏതെങ്കിലും മഹിമയുടെ പേരിൽ നിന്റെ ഹൃദയത്തിൽ ഒരു കിബർ വന്നുപോയാൽ ലാ യദ്ഖുലുൽ ജന്ന, നീ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ലെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ നബി പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുന്നു, റഅസു തവാളി അൻത മുത്തദിഅ ബിസ്സലാമി അലാ മൻ ലഖീതുഹു മിനൽ മുസ്ലിമീൻ. നിന്റെ വിജയത്തിന്റെ ഹെഡോ, വിനയത്തിന്റെ റഅസ് എന്ന് പറയുന്നത് നിനക്ക് വിനയമുണ്ട് എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട അടയാളം മഹാനാകുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അൻത മുത്തദിഅ ബിസ്സലാമി അലാ മൻ ലഖീതുഹു മിനൽ മുസ്ലിമീൻ. മുസ്ലിമായ നിന്റെ സഹോദരനെ കാണുമ്പോൾ ആ കണ്ട ഉടനെ നീ സലാം കൊണ്ട് നീ തുടങ്ങൽ. കണ്ടപ്പോൾ അങ്ങോട്ട് സലാം അങ്ങ് ആദ്യമേ പറയുക. അവൻ ഇങ്ങോട്ട് പറയട്ടെ എന്ന് വെയിറ്റ് ചെയ്തില്ല. മുസ്ലിമായ സഹോദരനെ കാണുമ്പോൾ കണ്ടവിടെ സലാം കൊണ്ടങ്ങ് ആരംഭിക്കുക. കാണുമ്പോൾ തന്നെ അസ്സലാമു അലൈക്കും പറയും. അത് വിനയത്തിന്റെ വലിയൊരു അടയാളമാണ്, വിനയത്തിന്റെ ഹെഡാണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ദുനിയാവിലെ വിജയം വേണോ? ആഖിറത്തിലും വിജയം വേണോ? ഖബറിൽ നിനക്ക് വിജയം വേണോ? എല്ലായിടത്തും വിനയം വേണം. തവാദുഅ, അഹങ്കാരം ഒരല്പമെങ്കിലും നമ്മുടെ മനസ്സിൽ വന്നുപോയാൽ എല്ലാം നശിച്ചു, എല്ലാം വെള്ളത്തിൽ വരച്ചതുപോലെയാ. നിന്റെ ഇബാദത്ത്, നിസ്കാരം പോയി, നോമ്പ് പോയി, സകാത്ത് പോയി, ഹജ്ജ് പോയി, ഉംറ പോയി, എല്ലാം പോയി. അപ്പോൾ കിബ്ർ, അഹങ്കാരം നിന്റെ മനസ്സിൽ വന്നുപോയാ. മഹാനാകുന്ന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഓ മൂസ നബിയെ, അത്തദിരി ലമ്മ തഖദതക കലീമൻ ബിലാ വാസിത. ഓ മൂസ നബിയെ, അങ്ങയോട് പ്രവാചകനാകുന്ന മൂസ, ആ മൂസയോട് ഒരാളും വാസിതയില്ലാതെ നേരിട്ട് ഞാൻ നിന്നോട് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? മൂസാ നബിയോട് ചോദിക്കുക. അവിടെ ഇടയ്ക്ക് ആരുമില്ല, മലക്കുകളൊന്നുമില്ല. നേരിട്ട് അല്ലാഹു തആല മൂസാ നബിയുമായി സംസാരിച്ചു. അതാണ് കലീമുല്ലാഹി മൂസ എന്ന പേര് കിട്ടിയത്. അങ്ങനെ സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? മൂസാ നബി പറഞ്ഞു, അന്ത അഅലമു ബിദാലിക യാ റബ്ബ്. അത് അല്ലാഹുവേ, നിനക്കല്ലേ അതിനെ കുറിച്ച് അറിയുള്ളൂ, നീയാണല്ലോ ഏറ്റവും അറിയുന്നവൻ. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്,
ഇന്നി നളർതു ഫീ ഖുലൂബി ഇബാദി, എന്റെ അടിമകളിലേക്ക്, എന്റെ അടിമകളുടെ മനസ്സിലേക്ക് ഞാൻ നോക്കിയപ്പോൾ, എന്റെ അടിമകളുടെ മനസ്സിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ഫലം അറ ഖൽബൻ അശദ്ദു തവാളുഅൻ മിൻ ഖൽബിക, എന്റെ അടിമകളുടെ മനസ്സിലേക്ക് ഞാൻ നോക്കിയപ്പോൾ നിന്റെ മനസ്സിലുള്ള വിനയത്തിനേക്കാൾ കവച്ചു വെക്കുന്ന, നിന്റെ മനസ്സിലുള്ള തവാളുവിനേക്കാൾ കാഠിന്യമായ ഒരു തവാളു, ഒരു വിനയം ഒരു അടിമയിലും ഞാൻ കണ്ടില്ല മൂസ. നിന്റെ ഹൃദയത്തിലാണ് ഏറ്റവും കടുപ്പമേറിയ വിനയം കണ്ടത്. ഫലിഹാദാ കല്ലംതുക, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ നേരിട്ട് സംസാരിച്ചതെന്ന് അല്ലാഹു തആല മൂസാ നബിയോട് പറയുകയാണ്. അതായത് നമ്മുടെ മനസ്സിൽ ഒരു തിബറ് വരാതിരുന്നാൽ, ഒരു തരത്തിലുമുള്ള അഹങ്കാരം നമുക്ക് വരാതിരുന്നാൽ, വിനയം നമ്മുടെ മനസ്സിലുണ്ടോ, നല്ല ഹൃദയത്തിൽ നല്ല തവാളുണ്ടോ, ജീവിതത്തിൽ നമുക്ക് തവാളുണ്ടോ, നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു തആല നേരിട്ട് ഏറ്റെടുക്കുമെന്നതാണ് ഈ ഹദീസ് കൊണ്ട് തെളിവെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല നേരിട്ട് ഏറ്റെടുക്കും. നമ്മുടെ വിനയം വേണം, നല്ല വിനയത്തിന്റെ മനസ്സുള്ളവനാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനാകുന്ന വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, കാന റജുലുൻ ഫീ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായീലിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കാലഘട്ടത്ത് ബനൂ ഇസ്രായീൽ, ആ ബനൂ ഇസ്രായീൽ ഒരാൾ ഉണ്ടായിരുന്നു. അയാൾ അബ്ദുല്ലാഹു തആല 70 സന, 70 വർഷത്തോളം മുടങ്ങാതെ ഇബാദത്ത് എടുത്ത ആളാണ്. അയാൾ എല്ലാ ദിവസവും നോമ്പെടുക്കുന്ന ആളാണ്, ഇബാദത്ത് എടുക്കുന്ന ആളാണ്. 70 വർഷത്തോളം മുടങ്ങാതെ ഇബാദത്ത് എടുത്തു. ലാ യുഫത്തിറ ഇല്ലാ ബി സനത്തിൻ ഇല സന, എല്ലാ വർഷവും നോമ്പ് തന്നെയാണ്, മുടങ്ങാതെ നോമ്പെടുക്കുന്നു. അങ്ങനെ നോമ്പെടുത്തിട്ട് 70 വർഷം മുടങ്ങാതെ നോമ്പെടുത്ത ഈ മനുഷ്യൻ അല്ലാഹുവിനോട് തന്റെ ആവശ്യമൊന്ന് ചോദിച്ചു. തന്റെ ആവശ്യം അല്ലാഹുവിനോട് ചോദിച്ചു, ദുആ ചെയ്തു. ഫലം യഖ്ദി ഹാജത, ആ ആവശ്യം അല്ലാഹു വീട്ടി കൊടുത്തില്ല. ആരുടേത്? എന്നെയും നിങ്ങളെ പോലെയാണോ? അല്ല. 70 വർഷം ഇബാദത്ത് എടുത്ത മനുഷ്യൻ, നോമ്പെടുത്ത് മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത ആള്, ആ വ്യക്തി അല്ലാഹുവിനോട് ചോദിച്ചിട്ട് അല്ലാഹു തആല ഉത്തരം കൊടുത്തില്ല. അപ്പോഴാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നു, അല്ലാഹുവേ, അല്ലാഹുവേ, ഞാൻ നിനക്ക് വേണ്ടി 70 വർഷം ഇബാദത്ത് എടുത്ത ആളാണല്ലോ, എന്തേ എന്റെ ദുആയ്ക്ക് നീ ഇജാബത്ത് നൽകാഞ്ഞത് എന്ന് അല്ലാഹു തആലയോട് ചോദിക്കുകയാണ്. നാളെ നീ ഇബാദത്ത് എടുത്ത്, പക്ഷേ നിനക്ക് നിന്റെ മനസ്സിൽ വിനയം വന്നില്ല. അതുകൊണ്ട് എത്ര വർഷം ഇബാദത്ത് എടുത്തു എന്നതല്ല വിഷയം. വർഷങ്ങളോളം ഇബാദത്ത് എടുത്താലും, സുജൂദിൽ നിന്ന് അറിയിക്കാതെ ഇബാദത്ത് എടുത്താലും, പകലന്തിയോളം നോമ്പെടുത്ത് ഖുർആൻ ഓതി താത്തയിൽ നിസ്കരിച്ചാലും, മനസ്സിൽ എന്തെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും കിബർ വന്നുപോയാൽ, ആ കിബർ കാരണം നിന്റെ ഇബാദത്ത് അല്ലാഹു തആല തട്ടിക്കളയും. വർഷങ്ങളോളം ഇബാദത്ത് എടുത്തു എന്നത് അല്ലാഹുവിന്റെ പ്രശ്നമല്ല. അല്ലാഹു നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കുമാറാകട്ടെ. മഹദിയാകുന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇന്നകും ലതഗ്ഫിലൂന അൻ അഫ്ളൽ ഇബാദത്തി, ഓ മനുഷ്യ, നിങ്ങൾ, ഇന്നകും നിങ്ങൾ, ലതഗ്ഫിലൂന അൻ അഫ്ളൽ ഇബാദ, ഏറ്റവും വലിയ ഇബാദത്തിനെ തൊട്ട് നിങ്ങൾ അശ്രദ്ധരാണ്. നിസ്കാരമല്ല, നോമ്പല്ല, സകാത്തല്ല. ആയിഷ ബി പറയാണ്, ലതഗ്ഫിലൂന അൻ അഫ്ളൽ ഇബാദ, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തുകൾ നിങ്ങൾ അശ്രദ്ധരാണ്. ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്? അത്തവാളു, വിനയം. വിനയം, ആ താഴ്മ, ആ താഴ്മയാണ് ഇബാദത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്. ആ തവാളു, നിസ്കരിക്കുമ്പോൾ തവാളു വേണം,
നോമ്പെടുക്കുമ്പോൾ തവാദു വേണം, സകാത്ത് കൊടുക്കുമ്പോൾ തവാദു വേണം, ഖുർആൻ ഓതുമ്പോൾ തവാദു വേണം. അപ്പൊ ഏത് ഇബാദത്ത് നമ്മൾ ചെയ്താലും അതിലൊക്കെ എന്ത് വേണം? തവാദു വേണം. അപ്പൊ ആ തവാദു ഉണ്ടെങ്കിലേ ഇബാദത്ത് സ്വീകരിക്കുകയുള്ളൂ. ആയിഷ ബി പറയാ, ആ ഏറ്റവും വലിയ ഇബാദത്ത് നിങ്ങൾ അശ്രദ്ധരാണ്, പിന്നെ എങ്ങനെ നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ വിജയിക്കുമെന്ന് മഹദിയാവുന്ന സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും വിജയിപ്പിക്കുമാറാകട്ടെ. മഹാന്മാർ പറയുന്നു, വലാ തംശി ഫൗകൽ അർളി ഇല്ലാ തവാളുഅ ഫകം തഅതാ അഖ്വാമു ഹുമൂമിക അർഫഉ വലാ തംശി ഫൗകൽ അർളി ഇല്ലാ തവാളുഅ. എടാ, ഈ ഭൂമിയിലൂടെ നീ യാത്ര ചെയ്യുമ്പോ, സഞ്ചരിക്കുമ്പോ വിനയമില്ലാതെ നിനക്ക് എങ്ങനെ നടക്കാൻ കഴിയുന്നടാ? നീ ഭൂമിയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, വിനയമില്ലാതെ നിനക്ക് എങ്ങനെ നടക്കാൻ കഴിയുന്നു? എടോ, നിനക്ക് മുമ്പ് വലിയ വിനയത്തോടെ നല്ല ഖുശൂഅോടെ ഇഖ്ലാസോടെ ഇബാദത്ത് എടുത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ എത്രയോ മഹത്തുക്കൾ ഇന്ന് ഭൂമിക്ക് താഴെയുണ്ട്. ആ ഭൂമിയുടെ മുകളിലൂടെ, അവർക്ക് മുകളിലൂടെ നീ എങ്ങനെ അഹങ്കാരത്തോടു കൂടി നിനക്ക് നടക്കാൻ കഴിയുന്നു? വിനയമില്ലാതെ എങ്ങനെ നിനക്ക് നടക്കാൻ കഴിയുന്നു? നിനക്ക് ഉന്നതമാകുന്ന അധികാരങ്ങൾ ഉണ്ടായത് കൊണ്ടാണോ? ആണോ? നിനക്ക് നീ വലിയ കുടുംബം ഉണ്ടായത് കൊണ്ടാണോ? സമ്പത്തുണ്ടായത് കൊണ്ടാണോ? അല്ലെങ്കിൽ അധികാരം നിന്റെ കയ്യിലുണ്ടായത് കൊണ്ടാണോ ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോ അഹങ്കാരത്തോടു കൂടി നീ ജീവിക്കുന്നത്, വിനയമില്ലാതെ നീ ജീവിക്കുന്നത്? ഓർത്തു വെച്ചോ മനുഷ്യ, നിന്നേക്കാൾ ശക്തരായ എത്രയോ ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. നിന്നേക്കാൾ ശക്തരായ എത്രയോ ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചു പോയിട്ടുണ്ട്. നീ പിന്നെ എന്ത് കണ്ടിട്ടാണോ ഈ ഭൂമിയിൽ നീ അഹങ്കാരത്തോടു കൂടി ജീവിക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ ദുനിയാവ് നമുക്ക് വിജയിക്കണോ, നമ്മുടെ ആഖിറത്ത് നമുക്ക് വിജയിക്കണോ? വിനയമില്ലാതെ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.